അതോടൊപ്പം തന്നെ ഉമ്മത്തിനോട് നസീഹത്തുള്ള ആളായിട്ട് എന്ത് ചെയ്യണം, നീ മാറണം എന്നാണ് ഷെയ്ഖ് പറഞ്ഞു വെക്കുന്നത്. അലാ ഫല്യത്തഖില്ലാ കുല്ലു മൻ തുസവ്വിലു ലഹു നഫ്സുഹു ഇന്തിഹാക അഅറാദിൽ ഉലമ വസറഅ അൽ ഫിത്നതി ബൈനൽ മശായിഖ് വതുല്ലാബിൽ ഇൽം വസ്തിഗ്ലാലി ബഅദി സല്ലാത്തി വൽ അഖ്താ ഔ മാ യുതവഹമു അന്നഹു ഖതഉൻ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൊക്കെ എന്ത് ചെയ്യണം, വിട്ടു നിൽക്കണം എന്നാണ്. എന്നിട്ട് ഷെയ്ഖ് പറയാം, ഒരു മതവിദ്യാർത്ഥി എപ്പോഴും ഖൈറിൻ്റെ ആളായിട്ട് എന്ത് ചെയ്യണം, മാറണം. ഫക്കുൻ യാ ത്വാലിബൽ ഇൽമി മിഫ്താഹൻ ലിൽ ഖൈർ. ഖൈർ എന്ത് ചെയ്യുക, ഖൈർ തുറന്നു കൊടുക്കുന്ന ആളായിട്ട് മാറണം. അതല്ലാതെ ഷെറിന് എന്ത് ചെയ്യരുത്, നമ്മൾ വകവെച്ച് കൊടുക്കരുത്. ഷെറ് നാട്ടിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, നിൽക്കരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ കാരണത്താൽ എന്ത് ചെയ്യണം, സമൂഹത്തിൽ ഒരു ഖൈർ ഉണ്ടാകണം എന്നതാണ് നമ്മൾ വിചാരിക്കേണ്ടത്. അതല്ലാതെ നമ്മൾ കാരണത്താൽ സമൂഹത്തിൽ ഷെറുണ്ടാകുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഇബ്നു മാജ റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇന്ന മിനന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, എന്താ അവരുടെ പണി, മഫാത്തിഹലിൽ ഖൈർ, അവർ ഖൈർ എന്ത് ചെയ്യും, അവർ ഖൈർ തുറന്നു കൊടുക്കുന്ന ആളുകളാണ്, അവർ ഖൈർ തുറക്കുന്ന താക്കോലുകളാണ്, നന്മയുടെ താക്കോലുകളാണ് അവർ. എന്നാലോ മഗാലിഖലി ഷർ, തിന്മയുടെ താക്കോലായ ചില ആളുകളുണ്ട് സമൂഹത്തിൽ, തിന്മ തുറന്നു കൊടുക്കുന്ന ആളുകൾ. വ ഇന്ന മിനന്നാസി മഫാത്തിഹലി ഷർ വ മഗാലിഖലിൽ ഖൈർ ഫതൂബ ലിമൻ ജഅലല്ലാഹു മഫാത്തിഹൽ ഖൈരി അലാ യദൈഹി. അതുകൊണ്ട് അള്ളാഹു ഒരാൾക്ക് നന്മയുടെ തുറവി ഒരാൾക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ, നന്മ തുറന്നു കൊടുക്കാൻ ഒരാൾക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ അവന് മംഗളം, അള്ളാഹു അവനെന്ത് ചെയ്തിട്ടുണ്ട്, അനുഗ്രഹം ചെയ്തിട്ടുണ്ട്. വവൈലുൻ, എന്നാൽ നാശം ആർക്ക്, തിന്മ തുറന്നു കൊടുത്ത വ്യക്തിക്കെന്ത്, നാശമുണ്ടാകട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നബിയുടെ പ്രാർത്ഥനയാണ്, ഷെറ് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ആളുകൾക്ക് എന്തുണ്ടാകും, നാശം ഉണ്ടാകുന്നതാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം, ആ ഷെറിന് നിൽക്കുകയാണെങ്കിൽ നല്ല സൂക്ഷ്മത നമുക്ക് വേണം. റസൂൽ പറഞ്ഞ വിഷയമാണ്, അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റൂല, അങ്ങനെയൊന്നും പറയാൻ പറ്റൂല എന്നുള്ളത്.